ലാസറിന്റെ ഭവനത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുന്നു. യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം അവനെ പരിചരിക്കുകയാണ്. മർത്ത പരിചരിച്ചു, അതുപോലെ തന്നെ മറിയം സുഗന്ധതൈലം കൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകുന്നു. ഏറ്റവും സുഗന്ധം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു എന്നാണ് പറയുക. ആ ഭവനത്തിലേക്ക് യേശുവിനെ സ്വീകരിച്ചെന്നുള്ളതാണ്. ഈ ദിവസങ്ങൾ, ഈ നോമ്പിൻ്റെ ഏറ്റവും വലിയ ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ സ്വീകരിച്ച് യേശുവിനോടൊപ്പം ഇരിക്കുന്ന, യേശുവിനെ ശുശ്രൂഷിക്കുന്ന, യേശുവിനെ പരിചരിക്കുന്ന നിമിഷങ്ങളായിട്ട് മാറട്ടെ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. അതിനൊരു കുറവ് നമ്മൾ വരുത്തരുത്. ഏറ്റവും തീഷ്ണതയോടുകൂടി ഈ ദിവസങ്ങൾ യേശുവിനെ പരിചരിക്കണം, യേശുവിൻ്റെ കൂടെയാകണം, യേശുവിനോടൊപ്പം ഇരുന്ന് യേശുവിനോട് സംസാരിക്കണം എന്നുള്ളതാണ്. അതിന് നമ്മൾ ഒരു കുറവ് നമ്മൾ ഉണ്ടാക്കരുത്. ആ സമയത്ത് കുറവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ദുഷ്ടമായ കണ്ണുകളുള്ള വ്യക്തികൾ നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോഴാണ് യൂദാസ് ഇസ്കറിയോത്ത് പറയുന്നത്, ഇത് 300 ധനാറയ്ക്ക് കൊടുത്ത് ദരിദ്രർക്ക് കൊടുത്തുകൂടെ എന്ന് പറഞ്ഞ്. ഇപ്പൊ പോയിക്ക് തോര സമയം ഇത് എടുക്കണേ, എന്തിനാ പോണത്? ഇത് പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ പോകുമ്പോൾ നമ്മളോട് ചോദിക്കാൻ നിരവധി പേരുണ്ടാകും. നമ്മൾ യേശുവിനെ പരിചരിക്കുന്നത് കാണുമ്പോൾ നിരവധി പേര് നിരുത്സാഹപ്പെടുത്താനുണ്ടാകും. ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന വ്യക്തികളും നമ്മുടെ കുടുംബത്തിലുണ്ടാകും. പിടിച്ചു വലിക്കുന്ന വ്യക്തികളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മുടെ യേശുവിൻ്റെ പരിചരണം, യേശുവിൻ്റെ കൂടെയുള്ള ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തരുതെന്നുള്ളതാണ്. അതുകൊണ്ട് പിശാച് നമ്മളിങ്ങനെ പിടിച്ചു വലിക്കാൻ വേണ്ടി ഇങ്ങനെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. ഇങ്ങനെ കൂടെ ഇങ്ങനെ ഉണ്ടാകിയ ദിവസങ്ങളിൽ. കാരണം നമ്മൾ കൂടുതൽ യേശുവിലേക്ക് അടുക്കുക, കൂടുതൽ യേശുവിനെ സ്നേഹിക്കുക. ആ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അവന് ഇഷ്ടം ഉണ്ടാകില്ല. നമ്മൾ വേറൊരു വഴിക്ക് നടക്കുന്നത് കാണാനാണ് താല്പര്യം. നേരം വൈകി പോകുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ പോകാതിരിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ കുർബാന സ്വീകരിക്കാതിരിക്കുന്നത് കാണുമ്പോൾ, പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ കയറാതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് കാണുമ്പോൾ, കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ പള്ളിയുടെ വരാന്തകളിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് പകുതി കഴിയുമ്പോഴേക്കും ഇതൊക്കെ മതി, ഇന്ന് ഇത്രയൊക്കെ പോരെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്നത് കാണുമ്പോൾ, ഇതൊക്കെയായിരിക്കും നമ്മൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം. എന്നാൽ അത് യൂദാസ് ഇസ്കറിയോത്തയുടെ മനോഭാവമാണ്. നമ്മുടെ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ പരിചരിക്കുക, യേശുവിനെ അങ്ങോട്ട് സ്വീകരിക്കണം, സ്വന്തമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കണം.